ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ 2024 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ ഇൻഫിനിക്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇത് ഫ്ലിപ്പ് ഫോൺ ആയിരിക്കും. 6.9 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേക്ക് ഇതിൽ വരും. അപ്പം ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ വരും, 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഫോൾഡ് ചെയ്താൽ പുറത്ത് 3.64 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇതിലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 8020 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. 4120 mAh ബാറ്ററിയും 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ടെക്നോയുടെ ഫാൻറ്റം വി ഫോൾഡ് 2 എന്ന ഫോൾഡബിൾ ഫോണും ഈ മാസം ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിലും 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഉള്ളിൽ 7.85 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പുറത്ത് 6.42 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ MediaTek Dimensity 9000+ എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5200 mAh ബാറ്ററിയും 70 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. വില ഒരു 75,000-80,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ ഒക്ടോബർ 4 ഇന്ത്യൻ മാർക്കറ്റിൽ ലാവ അഗ്നി 3 എന്ന സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ചിലപ്പം ഇതിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 5000 mAh ബാറ്ററിയും 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. ഫോണിന്റെ വില ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ ഒക്ടോബർ 12 വിവോ X200 അതുപോലെ തന്നെ X200 Pro എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നീട് ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. X200 6.3 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പ്രോ വെർഷനിൽ 6.7 ഇഞ്ചിന്റെ അല്ലെങ്കിൽ 6.8 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. MediaTek Dimensity 9400 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണുകളിൽ വന്നേക്കാം. ഇതിൽ X200 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പ്രോ വെർഷനിൽ 200 മെഗാ പിക്സലിൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നതായിരിക്കും. പിന്നെ X200 5600 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. പ്രോ വെർഷനിൽ 6000 mAh ബാറ്ററിയും വരുന്നതായിരിക്കും. പിന്നെ മോട്ടറോളയുടെ G75 എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. 6.8 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. സ്നാപ്ഡ്രാഗണിന്റെ ഒരു പ്രോസസ്സർ വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിന്റെ സോണി LYT600 മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വന്നേക്കാം. പിന്നെ IP68 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സാംസങ്ങിന്റെ ഭാഗത്തുനിന്ന് സാംസങ് A16 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ വരാനാണ് സാധ്യത. MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മാസം സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന പ്രോസസ്സർ വരാൻ പോകുന്നുണ്ട്. ചിലപ്പം ഇതിന്റെ പേര് സ്നാപ്ഡ്രാഗൺ 8 Elite എന്നും ആയിരിക്കും. എന്തായാലും അടുത്ത ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന കുറച്ച് ഫോണുകൾ ഈ മാസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിൽ ഒരു ഫോൺ OnePlusന്റെ OnePlus 13 ആണ്. ഇതിൽ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററി 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഐക്യൂയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ട് iQOO 13 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നതായിരിക്കും. ഇതിൽ 6.7 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിലും വന്നേക്കാം. 6150 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. പിന്നെ ഷവമിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ട് Xiaomi 15 അതുപോലെ തന്നെ 15 Pro എന്നീ ഫോണുകൾ വരുന്നതായിരിക്കും. ഒക്ടോബർ 23 ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഫോണുകളിൽ 2K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പ്രോ വെർഷനിൽ 6.74 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരും. പിന്നെ മൈക്രോ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെയായിരിക്കും വരിക. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നതായിരിക്കും. പ്രോ വെർഷനിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. പിന്നെ 15 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. പിന്നെ റെഡ്മിയുടെ ഭാഗത്തുനിന്ന് റെഡ്മി നോട്ട് 14 സീരീസ് ചൈനീസ് മാർക്കറ്റിൽ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒക്ടോബറിൽ ചിലപ്പം ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. 3 ഫോണുകൾ വരുന്നതായിരിക്കും. റെഡ്മി നോട്ട് 14 5G, നോട്ട് 14 Pro അതുപോലെ തന്നെ നോട്ട് 14 Pro Plus.
നോട്ട് 14 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7025 Ultra എന്ന പ്രോസസർ ആയിരിക്കും വരിക. 50+2 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരും. 5110 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 14 പ്രോയിലും പ്രോ പ്ലസിലും 6.6 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. കേർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പ്രോയില് MediaTek Dimensity 7300 Ultra എന്ന പ്രോസസർ ആയിരിക്കും വരിക. പ്രോ പ്ലസിൽ Snapdragon 7S Gen 3 എന്ന പ്രോസസറും വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ചൈനീസ് വെർഷനിൽ 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസറൊക്കെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ വെർഷനിൽ 200 മെഗാപിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഫോണിൽ 20 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ പ്രോയിൽ 5500 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പ്രോ പ്ലസിൽ 6200 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ ഷവമിയുടെ ഭാഗത്ത് നിന്ന് ഷവമി മിക്സ് ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.86 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്ത് 4 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. Snapdragon 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വരുന്നതായിരിക്കും. 50+50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 4750 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് റിയൽമി P2 എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. OLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. MediaTek Dimensity 7200 എന്ന പ്രോസസർ ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. ഇതിൽ ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.